ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നാടൻ സ്റ്റൈലിൽ ഒരു തട്ടുകട ബീഫ് കറിയാണ്. ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി നന്നായി ഒന്ന് വഴന്നു വരുന്ന സമയം വരെ നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ സമയം ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ഒന്ന് നെടുകെ കീറിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്തതിന് ശേഷം ഇവ ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 വലിയ സവാളയാണ്. ഇത് സ്ലൈസ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇവ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാനിത് പാനിൽ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത് പ്രോസസ്സ് കുക്കറിൽ തന്നെ ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ നന്നായി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പാനിൽ ചെയ്ത് കാണിക്കുന്നത്. ഇത് നന്നായി വഴന്ന് വരണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് വേണ്ട സ്പൈസസ് കൂടെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതിലേക്ക് വേണ്ടി 3/4 ടീസ്പൂൺ പെരുംജീരകവും 2 ചെറിയ കഷ്ണം പട്ടയും പിന്നീട് തക്കോലം 1, 2 ഗ്രാമ്പുവും 2 ഏലക്കായും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒന്ന് നന്നായി അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലേശം വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് പേസ്റ്റാക്കി എടുത്തിരിക്കുന്നത്. നല്ല ഫൈനായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാലക്കൂട്ട് ചേർത്തതിന് ശേഷം ഇവ നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. ആ മസാലയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണമെല്ലാം മാറി മസാല നന്നായി മൂത്ത് വരണം. അതിനുവേണ്ടി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. ഇതിലേക്ക് ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാലാണ് നമുക്ക് നാടൻ രീതിയിലുള്ള ആ കറി തന്നെ ലഭ്യമാവുക. പിന്നെ തീ കൂട്ടിയൊന്നും മസാല വഴറ്റിയെടുക്കാൻ പാടില്ല. മസാല പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സമയമെടുത്തുകൊണ്ട് തന്നെ മസാല മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ മസാല നന്നായി മൂത്ത് ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞത് ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ആ തക്കാളിയെല്ലാം ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിവിടെ മാറ്റി വെക്കാം. ഇനി
കുക്കർ എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. കുക്കറിനകത്തേക്ക് ഞാനിവിടെ ബീഫിൻ്റെ കഷ്ണങ്ങൾ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിൽ വെള്ളം വാരാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇവ ഞാൻ കുക്കറിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 650 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആദ്യം തന്നെ കുക്കറിൽ തന്നെയാണ് ഈ മസാല തയ്യാറാക്കുന്നത് എങ്കിൽ പിന്നെ അതിലേക്ക് ബീഫ് ചേർക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാനിത് പാനിലാണ് ഈ മസാല തയ്യാറാക്കിയത്, അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മസാലയെല്ലാം ബീഫിൻ്റെ എല്ലാ വശത്തേക്കും സ്പ്രെഡ് ആകുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിനകത്തേക്ക് ആ മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇത് കുക്കായി കിട്ടാൻ. ബാക്കിയുള്ള വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ഇത് കുക്കർ അടച്ചതിന് ശേഷം ഒരു 3-4 വിസിൽ വരുന്ന സമയം വരെ കുക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് ബീഫ് നന്നായി കുക്കായി കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബീഫെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട് എന്ന് നോക്കാം. അതിൽ വെള്ളമെല്ലാം ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചോറിനെല്ലാം എടുക്കുന്ന കറിയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ചൂടാക്കിയതിന് ശേഷം ഇറക്കി വെക്കാവുന്നതാണ്. ഞാൻ ഒന്നുകൂടെ വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇത് തുറന്ന് വെച്ചൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്നുകൂടി കുറുക്കിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ആ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണെന്ന്. നിങ്ങളെല്ലാവരും ഇതേ അളവിൽ തന്നെ ചേരുവകൾ ചേർത്ത് വീട്ടിലുണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് കറി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.